ഇന്ന് നമുക്കൊരു മഷ്റൂം തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? വായോ, പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. എനിക്കിതാ ഈ ഒരു ടൈപ്പിലുള്ള മഷ്റൂമാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ ആ ഒരു സ്കിന്ന് ഞാൻ എടുത്ത് കളയുമായിരുന്നു. ഇപ്പോൾ എനിക്കതൊന്നും ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാനതൊന്നും എടുത്ത് കളയുന്നില്ല. ഡയറക്റ്റ് അതങ്ങ് കട്ട് ചെയ്യുവാണ്. ഈ ഇരിക്കുന്നത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഈ മഷ്റൂം കുറച്ച് നേരം വെച്ചതിന് ശേഷം അത് കഴുകി നന്നായിട്ട് എടുത്തതാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ച്, കറിവേപ്പില ഇട്ടു. വറ്റൽമുളക് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഉള്ളവർക്ക് അതൊക്കെ ഇടാം. ഇപ്പോൾ ഞാൻ കറിവേപ്പില മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ട് നമുക്ക് പെട്ടെന്ന് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാൻ പക്ഷേ വെളുത്തുള്ളി ചേർക്കുന്ന കാര്യം മറന്നുപോയി. വെളുത്തുള്ളി ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഉള്ളി വഴണ്ടതിന് ശേഷം മഷ്റൂം അതിലേക്ക് ചേർത്ത് അതിനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ സവാളയാണ് ചേർത്തിരിക്കുന്നത്. 2 അത്യാവശ്യം വലുപ്പമുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കൊച്ചുള്ളിയൊന്നും ഇല്ല. അപ്പോൾ ഈ മഷ്റൂമും സവാള വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ടി ഒരു അരപ്പ് സെറ്റാക്കി എടുക്കാം. തേങ്ങായും ജീരകവും കറിവേപ്പില, പച്ചമുളക് ഇത്രയാണ് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ മഷ്റൂം വഴട്ടിയതിനകത്തോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായി ഒന്നും കൂടെ വഴട്ടുക. ഇതെല്ലാം നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാൻ. അപ്പോൾ നന്നായി ഇളക്കി അതിൻ്റെ വെള്ളമയോ എല്ലാം ഒന്ന് വറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ അരപ്പിട്ട് കൊടുക്കാവൂ. ഓൾറെഡി പൊടിയെല്ലാം ഡയറക്റ്റ് ഇതിലോട്ട് ചേർത്തേക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ പീര ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. അത് നമുക്ക് ഈ തോരനിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരപ്പ് മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ വെള്ളമയം എല്ലാം ഒന്ന് പറ്റണം. ചിലർ അടച്ചു വെച്ച് വേവിക്കുന്നവരുണ്ട്. ഞാൻ അടച്ചൊന്നും വെച്ചിട്ടില്ല, തുറന്ന് വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. അടച്ചു വെക്കുമ്പോൾ ഈ ഉള്ളിയുടെ മഷ്റൂമിനകത്തെ എല്ലാ ഒരു വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ ലാസ്റ്റിൽ ഞാൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മസാലയുടെ മണവും നല്ലൊരു ഇറച്ചിയുടെയൊക്കെ ഒരു നല്ലൊരു മണം പോലെ നമുക്ക് മണം വരും, ഫീൽ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഉപ്പ് ഇട്ടിട്ടില്ലെന്ന് ഞാൻ അറിഞ്ഞത്. ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. ഉപ്പ് ഞാൻ പിന്നെ ചേർത്തത് ലാസ്റ്റിലായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കി എടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ് മഷ്റൂം തോരൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.